ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർപ്പറേഷൻ എന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ബാങ്കിങ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിലും വരുന്നത്. അപ്പോൾ ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, കോർപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. ബാങ്കിങ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്, ബാങ്കിങ് വരുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെയും കേസിലാണ്. In union list, the central government has the sole authority to make rules, regulations and amendment in the laws. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് എന്തിൻ്റെ കീഴിൽ വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ബാങ്കിങ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്, ബാങ്കിങ് കടന്നു വരുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇത് യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ട് യൂണിയൻ ലിസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ്, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഹാസ് ദ സോൾ അതോറിറ്റി ടു മേക്ക് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് അമെൻമെൻറ്റ് ഇൻ ദ ലോസ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലായതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്തെങ്കിലുമൊക്കെ റൂൾസും റെഗുലേഷൻസും അതുപോലെ ലോയിൽ അമെൻമെൻറ്റും വരുത്താനുള്ള അതോറിറ്റി, സോൾ അതോറിറ്റി ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ അതോറിറ്റി ആകാനുള്ള കാരണം അത് യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ടാണ്. യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ട് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദി സോൾ അതോറിറ്റി ടു മേക്ക് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് അമെൻമെൻറ്റ് ഇൻ ദി ലോസ്. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ സബ്ജക്റ്റ് ടു ഡ്യുവൽ കൺട്രോൾ. അതായത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കെല്ലാം ഇപ്പോഴും ഡ്യുവൽ കൺട്രോൾ ആയിരിക്കും. അപ്പം കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ഡ്യുവൽ കൺട്രോൾ. കോപ്പറേറ്റീവ് ബാങ്ക്സിന് എന്ത് കൺട്രോളാണ്? ഡ്യുവൽ കൺട്രോളാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ഡ്യുവൽ കൺട്രോൾ. എന്ത് കൺട്രോളാണ്? ഡ്യുവൽ കൺട്രോളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള കൺട്രോൾ ആയിരിക്കും? ഒന്നെന്ന് പറയുന്നത് രജിസ്ട്രാറുടെ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. ഒന്നാമതായി അതായത് സംസ്ഥാനത്തെ രജിസ്റ്റർ അതായത് ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ ആരുടെ ഒന്നാമത്തെ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ കൺട്രോളായിരിക്കും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് RBIയുടെ കൺട്രോളും ഉണ്ടായിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞു കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിൽ ഉൾപ്പെടുന്നില്ല. അപ്പം അർബൻ ബാങ്ക്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നിവ മാത്രമാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അവയ്ക്ക് ആരുടെ കൺട്രോളും ഉണ്ടായിരിക്കും? കൺട്രോൾ ഓഫ് RBI. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഡ്യുവൽ കൺട്രോൾ ആണ്. ഒന്നാമതായി കൺട്രോൾ ഓഫ് രജിസ്ട്രാറുടെ കൺട്രോൾ ആയിരിക്കും. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് RBIയുടെ കൺട്രോളും ഉണ്ടായിരിക്കും. അടുത്തത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ഇസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഓൾ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി. അതായത് ഒരു രാജ്യത്തുള്ള എല്ലാ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി of all the banking system in the country, അതായത് ഒരു രാജ്യത്തെ അവിടുത്തെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എല്ലാ RBI is the regulatory authority of all the banking system in the country. അപ്പോൾ ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി, ഒരു രാജ്യത്തെ എല്ലാ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും
റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും? RBI ഇസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഓൾ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ദി കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തെ ആ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എല്ലാ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5CCV അനുസരിച്ച് എ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ്, ഇപ്പോൾ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് സെക്ഷൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5CCVയിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, അതായത് ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5CCVയിൽ എ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ്, ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, എ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അക്കോർഡിംഗ് ടു സെക്ഷൻ 5CCV, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5CCV പ്രകാരം എ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ്, ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കും. ഒരു മീൻസ് എ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കും. എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഒന്നാമത് പറയുന്ന കാര്യം അതാണ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5CCV എന്ന് പറഞ്ഞാൽ എ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു പാക്സ് ആകാൻ പാടില്ല, ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആകാൻ പാടില്ല. ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക്, ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതെന്തിൽ വരുന്നില്ല? പാക്സ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളൂ. സാധാരണ സംഘങ്ങൾ എന്തിൻ്റെ കേസിൽ വരുന്നില്ല? പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിൽ വരുന്നില്ല എന്നാണ് സെക്ഷൻ 5CCVയിൽ പറയുന്നത്. അതുപോലെ തന്നെ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് shall not be less than 1 lakh. Shall not be less than 1 lakh. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാക്സ് ആകാൻ പാടില്ല. എ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. രണ്ടാമത് വരുന്നത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakhs. ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി എന്ത് വരാൻ പാടില്ല? 1 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതും എന്തിൽ പെടുന്നില്ല? ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിൽ പെടുന്നില്ല. ഒന്നാമത് പറയുന്നത്
ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതൊരു പാക്സ് ആകാൻ PSCs ആകാൻ പാടില്ല. അപ്പോൾ എന്താകാൻ പാടില്ല? ഒരു PSCs ആകാൻ പാടില്ല. PSCs എന്തിൻ്റെ കേസിൽ വരുന്നില്ല? PSCs എന്തിൻ്റെ കേസിൽ വരുന്നില്ല? പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിൽ വരുന്നില്ല. അതുപോലെ തന്നെ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh. അതിൻ്റെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി 1 ലക്ഷത്തിൽ കുറയാനും പാടില്ല. അതിൻ്റെ ഷെയർ ക്യാപിറ്റലും എന്തും കൂടിയാ? റിസർവ്സും 1 ലക്ഷത്തിൽ 1 lakhൽ കുറയാൻ പാടില്ല. അപ്പോൾ 2 പോയിൻ്റാണ് പറയുന്നത്. ഒരു ബാങ്ക് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് ആകണമെങ്കിൽ ഒന്നാമതായി അതിന് പാക്സ് ആകാൻ പാടില്ല. രണ്ടാമതായി അതിൻ്റെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി 1 ലക്ഷത്തിൽ കുറവായാലും അതൊരു കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിൽ വരുന്നില്ല. പിന്നെ ഇവരുടെ മൂന്നാമത് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ബാങ്കിങ് ബിസിനസ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ബാങ്കിങ് ബിസിനസ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് their main objective is ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. their main objective is ബാങ്കിങ് ബിസിനസ്. പിന്നെ നാലാമതായിട്ട് പറയുന്നത് ദ ബൈലോ ഓഫ് ദി പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബൈലോ എന്നത് ദ ബൈലോ ഓഫ് ദി പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. ദ ബൈലോ ഓഫ് ദി പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. The bylaw of the primary cooperative bank shall not permit to admit any other cooperative society, any other cooperative society as a member. Their main objective is ബാങ്കിങ് ബിസിനസ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബാങ്കിങ് ബിസിനസ് ആയിരിക്കും. അടുത്തത് നാലാമത് പറയുന്നത് ദ ബൈലോ ഓഫ് ദി പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. അവരുടെ ബൈലോയിൽ എന്തായിരിക്കും? ഷാൽ നോട്ട് അഡ്മിറ്റ് ടു എനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ മെമ്പർ. മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ള ബൈലോ പ്രൊവിഷൻസും ഉണ്ടായിരിക്കരുത്. അപ്പം മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ള ബൈലോ പ്രൊവിഷൻ ഉണ്ടാകരുത് എന്നുമാണ് പറയുന്നത്. അപ്പം 4 പോയിൻ്റാണ് ഇതിൽ പറയുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 അനുസരിച്ച് ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 അനുസരിച്ച് ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ എ കോഓപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഒന്നാമത്തെ പോയിന്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് അതെന്താകാൻ പാടില്ല? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആകാൻ പാടില്ല. ഒരു പാക്സ് ആകാൻ പാടില്ല. ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh. അവരുടെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി 1 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ബാങ്കിങ് ബിസിനസ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം?
ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം. The bylaw of the primary cooperative bank shall not admit to any other cooperative society as a member. അതായത് ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബൈലോ ഷാൽ നോട്ട് അഡ്മിറ്റ് ടു എനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ മെമ്പർ. അതായത് മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ള ബൈലോ പ്രൊവിഷനും ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എന്തായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ, ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് പറയുന്നത് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കിട്ടാത്ത ഒരു സ്ഥാപനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കിട്ടാത്ത സ്ഥാപനം. ലൈസൻസ് കിട്ടാത്ത ഒരു സ്ഥാപനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കിട്ടാത്ത ഒരു സ്ഥാപനം എന്ത് ചെയ്യാൻ പാടില്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കിട്ടാത്ത ഒരു സ്ഥാപനം ബാങ്കർ, ബാങ്കിങ് കമ്പനി ഇങ്ങനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബാങ്കർ, ബാങ്കിങ് കമ്പനി എന്നൊന്നും ഇങ്ങനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം RBIയുടെ ലൈസൻസ് കിട്ടാത്ത ഒരു സ്ഥാപനം എന്തുവാ? ബാങ്കർ, ബാങ്കിങ് കമ്പനി ഇങ്ങനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ചില ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിലൊക്കെ ബാങ്ക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ട് അവിടുത്തെ സ്റ്റേറ്റാണ് അങ്ങനെ അവരത് ബാങ്ക് എന്ന് വെച്ചിരിക്കുന്നതാണ്. അതിനൊരു തടസ്സം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ബാങ്ക് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷനാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു ഡെഫിനിഷനാണ് പഠിക്കാൻ പോകുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു ഡെഫിനിഷൻ. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഡെഫിനിഷൻ, അതായത് സെക്ഷൻ 5B അനുസരിച്ച് ബാങ്കിങ്, the term banking is defined as 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 അതായത് ഒരു ടേം ബാങ്കിങ് എന്ന ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി. എന്താണ് ഒന്നാമത് പറഞ്ഞാൽ accepting for the purpose of 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 lending or investment of money, lending or investment of money, lending or investment of money, lending or investment of money from the public, from the public, repayable on demand or otherwise, repayable on demand or otherwise, repayable on demand, repayable on demand or otherwise, and withdrawable by and
and withdrawable by check and withdrawable by check, draft, order or otherwise. എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ടേം ബാങ്കിങ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ബാങ്കിങ്ങിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് accepting for the purpose of lending or investment. എന്ത് ചെയ്യുക എന്നാണ്? ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പണം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പണം സ്വീകരിക്കുകയാണ്, ഒന്നുകിൽ ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നതിന് വേണ്ടി ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്വീകരിക്കുന്നു. എന്ത് സ്വീകരിക്കുന്നു? മണി, ക്യാഷ് സ്വീകരിക്കുന്നു. ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? ഫ്രം ദ പബ്ലിക്. അതായത് പബ്ലിക്കിൽ നിന്ന് ക്യാഷ് ലെൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്വീകരിക്കുന്നു. റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. അവരാവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഇതെന്ത് ചെയ്യുക? റീപേബിൾ നടത്താം എന്ന ഡിമാൻഡോടുകൂടിയാണ്, എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇത് സ്വീകരിക്കുന്നത്. ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്. എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യുന്നത്? വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ചെക്കായോ ഡ്രാഫ്റ്റായോ ഓർഡറായിട്ടോ ഇത് എന്ത് ചെയ്യാം എന്നും പറയുന്നതാണ്. വിഡ്രോ ചെയ്യാം, തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ. അപ്പം ചെക്കായോ ഡ്രാഫ്റ്റായോ ഓർഡറായിട്ടോ ഇത് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ നിന്ന് കാശ് സ്വീകരിക്കുകയാണ്. പബ്ലിക്കിൽ നിന്ന് എന്ത് സ്വീകരിക്കുകയാണ്? ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ലെൻഡിങ്ങിന് വേണ്ടിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ ക്യാഷ്, മണി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B പറയുന്നത്. ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി. ലെൻഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണ്. എന്താ? ക്യാഷ്. ഫ്രം ദ പബ്ലിക്. ആരിൽ നിന്നാണ്? പബ്ലിക്കിൽ നിന്ന് ക്യാഷ് ലെൻഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. എന്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാ? അവരാവശ്യപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ്. എങ്ങനെ തിരിച്ചു കൊടുക്കാമെന്ന്? ചെക്കായോ ഡ്രാഫ്റ്റായോ മറ്റു തരത്തിലോ ഇത് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ നിന്ന് ക്യാഷ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഏത് ഡെഫിനിഷൻ പറയുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B പറയുന്നത്. ബാങ്കിങ്ങിനെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ലെൻഡിങ്ങിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ വേണ്ടി ക്യാഷ് എന്ത് ചെയ്യുകയാണ്? സ്വീകരിക്കുകയാണ്. ആരിൽ നിന്ന് സ്വീകരിക്കുകയാണ്? ഫ്രം ദ പബ്ലിക്. അതെന്ത് ചെയ്യാം എന്ന് പറഞ്ഞാണ്? റീപേബിൾ ഓൺ ഡിമാൻഡ്. അവരാവശ്യപ്പെടുമ്പോഴോ മറ്റു തരത്തിലോ എന്ത് ചെയ്യാം? ഇത് തിരിച്ചു കൊടുക്കാം. എങ്ങനെ തിരിച്ചു കൊടുക്കാം? ഡ്രാഫ്റ്റായോ ചെക്കായോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഇത് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഇവരിത് സ്വീകരിക്കുന്നതാണ് ഒന്നാമത് പറയുന്ന ഡെഫിനിഷൻ. അടുത്തത് SSARൻ്റെ വേറൊരു ഡെഫിനിഷനാണ് പറഞ്ഞത്. SSARൻ്റെ വേറൊരു ഡെഫിനിഷനാണ് പറഞ്ഞത്. അതിൽ പറയുന്നത് ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. SSARൻ്റെ വേറൊരു ഡെഫിനിഷനാണ് പറയുന്നത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ whose debts are widely accepted in settlement
settlement of other people to debt each other. അത് എസ് എ സെയറിൻ്റെ വേറൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം, ഇതൊന്നുകൂടെ ക്ലിയർ ആക്കാം. അത് പറഞ്ഞ എസ് എ സെയറിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അതിൽ പറയുന്നത് ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹൂസ് ഡെബ്സ് ആർ, അവരുടെ ഡെബ്സ്, ഹൂസ് ഡെബ്സ് ആർ വൈഡലി ആക്സെപ്റ്റഡ് ഓഫ് അതർ പീപ്പിൾ ഡെബ്റ്റ് ഈച്ച് അതർ. ഹൂസ് ഡെബ്സ് ആർ വൈഡലി accepted in settlement of other people to debt each other എന്നാണ് പറയുന്നത്. അടുത്തത് ജോൺ പേജറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ജോൺ പേജറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ, ആദ്യം നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ എസ് എ സെയറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതിനി പറയാൻ പോകുന്ന അക്കോർഡിംഗ് ടു ജോൺ പേജറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. നോ വൺ ക്യാൻ ബി, ആരുടെയാണ്? ജോൺ പേജറ്റ്. നോ വൺ ക്യാൻ ബി ബാങ്കർ. നോ വൺ ക്യാൻ ബി No one can be banker. According to John Paget, no one can be banker. No one can be banker. No one can be banker who does not. No one can be banker. അവർക്ക് ഒരാൾക്ക് ബാങ്കർ ആകാൻ കഴിയില്ല. എന്താ? Who does not take deposit accounts. Take deposit accounts. Take current accounts. ഒന്നാമതായി take deposit accounts. രണ്ടാമതായിട്ട് take current accounts. Take deposit accounts. Take current accounts. Issue and pay checks. Issue and pay checks. And collect checks. Crossed and uncrossed for its customers. ഇതാരുടെയാ? ജോൺ പേജറ്റിൻ്റെ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് ജോൺ പേജറ്റ്, no one can be banker does not take deposit accounts, take current accounts, take deposit accounts, take current accounts, collect, issue and pay checks. അതായത് കളക്ട് ചെക്സ് ക്രോസ്ഡ് ആൻഡ് അൺക്രോസ്ഡ് ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പം ജോൺ പേജറ്റ് no one can be banker does not take deposit accounts, take current accounts, issue and pay checks, collect checks and crossed and uncrossed for its customers. പിന്നെ പറയുന്നത്
ബാങ്ക്സ് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് സേർ പറഞ്ഞേക്കുവാണ്, ബാങ്ക്സ് ആർ നോട്ട് ഓൺലി ദ പെർവേഴ്സ് ഓഫ് മണി ബട്ട് ഓൾസോ മാനുഫാക്ചേഴ്സ് ഓഫ് മണി. ബാങ്ക്സ് ആർ നോട്ട് ഓൺലി ദ പെർവേഴ്സ് ഓഫ് മണി ബട്ട് ഓൾസോ ദ മാനുഫാക്ചേഴ്സ് ഓഫ് മണി. പിന്നെ പറയുന്നത് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ intermediaries. Banks are financial intermediaries between savers of money, between savers of money, between savers of money and users of money. Savers of money and users of money. Financial intermediaries between servers of money and users of money. Users of money. ഇതിപ്പോൾ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ സേവേഴ്സ് ഓഫ് മണി ആൻഡ് യൂസേഴ്സ് ഓഫ് മണി. സേവേഴ്സ് ഓഫ് മണി അതായത് സേവേഴ്സ് ഓഫ് മണി ഡിപ്പോസിറ്റേഴ്സ്, അതുപോലെ യൂസേഴ്സ് ഓഫ് മണി ഇത് യൂസ് ചെയ്യുന്നവരുടെയും സേവ് ചെയ്യുന്നവരുടെയും എന്താണ്? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. അവരുടെ ഇടയ്ക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ആരൊക്കെയാ? സേവേഴ്സ് ഓഫ് മണി ആൻഡ് യൂസേഴ്സ് ഓഫ് മണി. അതായത് ലോൺ എടുത്തത് യൂസ് ചെയ്യുന്നവരാകാം, അതുപോലെ തന്നെ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുടെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണെന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞാൽ ക്രൗദർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. അതായത് അവരുടെ സ്വന്തമായിട്ട് ബാങ്ക് ഡെപ്റ്റ് വാങ്ങി അത് വിതരണം ചെയ്യുന്നത് അല്ലേ? അവർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഡെപ്റ്റിൻ്റെ ഡീലറാണ്. ബാങ്ക് ഈസ് എ എന്താണ്? ഡീലർ. ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഓഫ് ഹിസ് ഓൺ, അവരുടെ സ്വന്തം കടത്തിൻ്റെയോ അല്ലെങ്കിൽ അതർ പീപ്പിൾ മറ്റുള്ളവരുടെയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ അവർക്ക് സ്വന്തമായിട്ടോ ഡെപ്റ്റിൻ്റെ ഡീലറാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറഞ്ഞത്. ബാങ്കർ ഈസ് എ ഡീലർ. ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ്. എന്തിൻ്റെ ഡീലറാണ്? ഡെപ്റ്റിൻ്റെ. ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. അവരുടെ സ്വന്തം ഡെപ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയോ ഡെപ്റ്റിൻ്റെ ഒരു ഡീലറാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കർ. ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. അടുത്തത് പറയുന്നത് ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ ഉൽപ്പാദകരാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക്. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റിൻ്റെ ഫാക്ടറിയാണ്. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ ഉൽപ്പാദകരാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. ഒന്നാമത് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കോപ്പറേഷൻ, as per Indian Constitution, cooperation is a state subject. Banking comes under union list. As per Indian Constitution, cooperation എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ബാങ്കിങ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്. ഇത് തന്നെ യൂണിയൻ ലിസ്റ്റിൽ ആയതുകൊണ്ട് ഇൻ യൂണിയൻ ലിസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദി സോൾ അതോറിറ്റി ടു മേക്ക് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് അമെൻമെൻറ്റ് ഇൻ ദി ലോസ്. ഇത് യൂണിയൻ ലിസ്റ്റിലായതുകൊണ്ട് ആർക്കാണ്? ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദി സോൾ അതോറിറ്റി ടു മേക്ക് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് അമെൻമെൻറ്റ് ഇൻ ദി ലോസ്. ആ നിയമങ്ങളിൽ എന്തെങ്കിലും
അമെൻമെൻറ്റോ റെഗുലേഷൻസോ ഒക്കെ വരുത്താനുള്ള അതോറിറ്റി ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഡ്യുവൽ കൺട്രോൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആരുടെയൊക്കെ കൺട്രോളാണ്? ഒന്ന് രജിസ്ട്രാറുടെ കൺട്രോള്, ഒന്ന് RBIയുടെ കൺട്രോള്. അതുപോലെ തന്നെ RBI ഇസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഓൾ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തെ എല്ലാ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഒരു കാര്യം എന്താണ്, ഒരു ബാങ്ക്, ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 5 CCV പറയുന്നത് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ? എ കോപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അത് എന്താകാൻ പാടില്ല? പാക്സ്. ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആകാൻ പാടില്ല. എന്തെന്ന് പറയുന്നത്? ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു PSCS ആകാൻ പാടില്ല, ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh. ഇതിൻ്റെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി എന്താകാൻ പാടില്ല? 1 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh. ഒന്നാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാക്സ് ആകാൻ പാടില്ല. രണ്ടാമത് പറയുന്നത് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടി 1 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ബാങ്കിങ് ബിസിനസ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാങ്കിങ് ബിസിനസ് ആയിരിക്കും. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ആയിരിക്കും. അടുത്തത് പറയുന്നത് ദ ബൈലോ ഓഫ് ദി പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ നോട്ട് അഡ്മിറ്റ് ടു എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ മെമ്പർ. മറ്റൊരു സൊസൈറ്റിയെ അംഗമായിട്ട് വെക്കാനുള്ള ബൈലോ പ്രൊവിഷൻസും ഉണ്ടായിരിക്കില്ല. പിന്നെ RBIയുടെ ലൈസൻസ് കിട്ടാതെ ഒരു സ്ഥാപനം ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് കമ്പനി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B അനുസരിച്ച് ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് accepting for the purpose of lending or investment of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5B അനുസരിച്ച് ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് accepting for the purpose of lending or investment of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise എന്നതാണ് ഒരു ഡെഫിനിഷൻ. അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെയാണ്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബാങ്കിങ് ആണ്. accepting for the purpose of lending or investment of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. പിന്നെ SSRൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നു. ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെബ്റ്റ്സ് ആർ widely accepted in settlement of other people to debt each other. SSRൻ്റെ ഡെഫിനിഷനാണ് ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെബ്റ്റ്സ് ആർ widely accepted in settlement of other people to debt each other. അടുത്തത് പറയുന്നത് പറഞ്ഞാൽ ജോൺ പേജറ്റിൻ്റെ ആണ്. നോ വൺ ക്യാൻ ബി ബാങ്കർ ഡസ് നോട്ട് ടേക്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്, ടേക്ക് കറണ്ട് അക്കൗണ്ട്സ്, ഇഷ്യൂ ആൻഡ് പേ ചെക്സ്, collects checks and crossed and uncrossed for its customers. അത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ സേവേഴ്സ് ഓഫ് മണി ആൻഡ് യൂസേഴ്സ് ഓഫ് മണി. യൂസേഴ്സ് ഓഫ് മണീൻ്റെയും സേവേഴ്സ് ഓഫ് മണിയുടെയും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. പിന്നെ പറയുന്നത് ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ്. ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ്, അതായത് ഡെപ്റ്റിൻ്റെ ഒരു ഡീലറാണ് ബാങ്കർ എന്ന് പറയുന്നത്. ഓഫ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ, അവരുടെ സ്വന്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയോ ഡെപ്റ്റിൻ്റെ ഡീലറാണ് ബാങ്കർ എന്ന് പറയുന്നത്. അടുത്ത ബാങ്കർ ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റിൻ്റെ ഉൽപ്പാദകർ ആണ് എന്നാണ് പറയുന്നത്. താങ്ക് യു.